Is very serious. നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യം നമ്മുടെ വനങ്ങളാണെന്ന് മിസ്റ്റർ ബലറാമനോട് പറയേണ്ട ആവശ്യമില്ല. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വനസമ്പത്ത് ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പത്ര റിപ്പോർട്ടുകൾ ഞാൻ കാണാറുണ്ട് സർ. ഇതിൽ പ്രത്യേകത എന്തെന്നാൽ തങ്കവും മറ്റും കടത്തുന്നത് പോലെ ഒരു ബ്രീഫ് കേസിൽ വെച്ചല്ല ഇതൊന്നും കൊണ്ടുപോകുന്നത്. ലോറികളിൽ രാത്രി പകലൊന്നും നോക്കാതെ പരസ്യമായിട്ടാണ് ഈ വനസമ്പത്തുകൾ കടത്തുന്നത്. അപ്പൊ ഈ കൊള്ളയുടെ പിന്നിൽ ഒരു ഓർഗനൈസ്ഡ് ഗാങ് ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ സാർ? വെറും ഊഹമല്ല, ഉണ്ട്. ആ സംഘത്തിന്റെ നേതാവിനെ കാട്ടുകള്ളൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവന്റെ സങ്കേതം മൂർഖൻപാറ എന്ന സ്ഥലമാണെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ സർ, അവനെ പിടിക്കാൻ നമുക്ക് കഴിയില്ലേ? തീർച്ചയായും കഴിയും. പക്ഷേ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം. മിസ്റ്റർ ബൽറാം, നിങ്ങൾ മാത്രം തലകുനിച്ചാൽ പോരാ. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ലജ്ജിച്ച് തല താഴ്ത്തണം. ദേശസ്നേഹം എഴുതാനും പ്രസംഗിക്കാനും മാത്രമുള്ളതാകരുത്. പ്രത്യേകിച്ച് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. ഐ ആം നോട്ട് പ്രീച്ചിങ് മിസ്റ്റർ ബൽറാം. ഐ അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ് സർ. നമുക്ക് ഉദ്യോഗസ്ഥരുണ്ട്. 1-ാം തീയതി തോറും ശമ്പളം കറക്റ്റായി കിട്ടും. 55 വയസ്സായാൽ പെൻഷനും കിട്ടും. കാട് നശിച്ചാലെന്ത്, നാട് നശിച്ചാലെന്ത്? നോ, വി ഷുഡ് ബി സിൻസിയർ ഇൻ അവർ സർവീസ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തുരങ്കം വയ്ക്കുന്നവരെ കണ്ടുപിടിക്കാൻ കെൽപ്പില്ലെങ്കിൽ നാം ഒന്നടങ്കം രാജിവെക്കുന്നതാണ് നല്ലത്. ഐ നോ യു ആർ എൻ എഫിഷ്യന്റ് ഓഫീസർ. കാട്ടുകള്ളനെ കസ്റ്റഡിയിലെടുക്കേണ്ട ചുമതല ഞാൻ മിസ്റ്റർ ബൽറാമിനെ ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും സർ. ഐ ഡോണ്ട് വാണ്ട് ദിസ് കാഷ്വൽ റിപ്ലൈ. ശ്രമിക്കാൻ ആർക്കും സാധിക്കും, പക്ഷേ ലക്ഷ്യം നേടാൻ ബുദ്ധിമാനെ കഴിയൂ. ലക്ഷ്യം നേടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. That should be the spirit. നമ്മുടെ നാടിന്റെ സമ്പത്ത് ഒരു കാട്ടുകള്ളന് പണ്ടാടാനുള്ളതല്ല. I accept this assignment, sir. ഗുഡ്. കൂടെ വരാൻ എത്ര പേർ വേണം, എന്തൊക്കെ കരുതലുകൾ വേണം എന്ന് മാത്രം പറയൂ, ഞാൻ ഏർപ്പാട് ചെയ്യാം. എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആർ യു സീരിയസ്? യെസ് സർ. പാർട്ടിയോടും സന്നാഹത്തോടും കൂടി പോയാൽ അവനെ പിടിക്കാനുള്ള സാധ്യത കുറയും. പ്രോബബ്ലി യു ആർ റൈറ്റ്. ഔദ്യോഗിക രീതിയിലല്ലാതെ വിനോദയാത്രക്കാരെന്ന മട്ടിൽ വേണ്ടപ്പെട്ട 1-2 പേരുമായി ഞാൻ മൂർഖംപാറയിലേക്ക് പോകാം. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സർ.
സുന്ദരം വഴിതെറ്റിപ്പോയെന്നാ തോന്നുന്നത്. ശരിയാണ് സാർ. തിരിച്ചുവിടും. ഓ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഈ മരം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു സാർ, നമ്മൾ നോട്ട് ചെയ്തില്ല. പിന്നെ എങ്ങനെ ഇതിലെ കടന്നുപോയി? അല്ല, ഞാൻ പറഞ്ഞത് വഴിയേറി നിന്നിരുന്നെന്നാ. കാറ്റത്തൊടിഞ്ഞുകൊണ്ടതായിരിക്കും. ഇത് ഒടിഞ്ഞു വീണതല്ല, ആരോ മനഃപൂർവ്വം വെട്ടിയിട്ടത്. കാട്ടുകളായിരിക്കും. Shut up. നമുക്കെടുത്ത് മാറ്റിക്കളയാം സാർ. വേണ്ട, ജീപ്പ് വന്ന വഴി തന്നെ തിരിച്ചുവിടും. കാട്ടല. അയ്യോ അയ്യോ. അങ്ങോട്ട് സൈഡ് ഒതുക്കി നിർത്തൂ. എന്താ സാർ? ഇനി യാത്ര തുടരുന്നത് ശരിയല്ല. ഇന്ന് രാത്രിയോട് വിശ്രമിച്ചിട്ട് നാളെ പുലർച്ചയ്ക്ക് പോകാം. ഞങ്ങൾ ഇതിനകത്തിരുന്നോളാം. പക്ഷെ സാറിന്റെ കാര്യമാണ്. അടുത്തെങ്ങാനും വല്ല വീടും ഉണ്ടെന്ന് നോക്കാം സാർ. വേണ്ട, നിങ്ങൾ ഒരുവൻ തന്നെയാണ് ഞാൻ. സാറ് ജീപ്പിനകത്തിരിക്കണം, ഞങ്ങൾ ഈ റോഡരികിൽ കിടന്നോളാം. അതേതായാലും വേണ്ട. അല്ല, നീ ഇവിടെ വാ. സാറിന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമാ. നോക്കി വാ, വല്ല പാമ്പോ മറ്റോ കാണും. ഡാ, ഈ കാട്ടിൽ വല്ല വീടോ മറ്റോ കാണുവോടാ? കാണും കാണും. വല്ല ആനയുടെ കടുവയുടെ വീട് കാണും. ദൈവദോഷം പറയാതെടാ, നല്ലൊരു മനുഷ്യനെ കൊണ്ടുപോയി എങ്ങനെയാ കടുവയുടെ കൂട്ടി നമുക്ക് ഇവിടെ താമസിക്കാം. അത് ശരിയാ. എന്താ വേണം? നടന്നു വേണം ഇങ്ങോട്ട്. സൂക്ഷിച്ച് നടക്കണം. ഇവിടൊക്കെ പാമ്പ് കാണും. അണ്ണം പാമ്പിനെ കളിക്കാം. പാമ്പ് കത്തുള്ളത്. എനിക്ക് പേടിയൊന്നുമില്ല, അണ്ണം കൂടെ ഉള്ളതാ പേടി. സാർ ഒറ്റയ്ക്കാണ് അവിടെ, പേടിക്കുമായിരിക്കും. എന്തൊരു മുള്ള. അയ്യോ. അങ്ങോട്ട് നോക്കണ, നല്ല ഒരു പുള്ളി. പുള്ളിമാനല്ല, പുള്ളിപ്പുള്ളിയാ. അയ്യോ, ഞങ്ങളെ പുലി പിടിച്ചു. എന്താണ്? എന്താ? ഷെഡോ, ഇത് പുലിയുടെ രൂപം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. പേടിച്ചു പോയ? പേടിച്ചൊന്നുമില്ല. എനിക്കും പേടിയൊന്നുമില്ല സാർ. പിന്നെ എന്റെ ശരീരം കണ്ടാ പുല്ലി വിടൂല. നരഭോജിയാണ് സാർ. വീട് അന്വേഷിച്ച് മതി. വരൂ, പോകാം. അയ്യോ, സാറങ്ങോട്ട് പോണ്ട. കാട്ടിലെ പ്രേതങ്ങളായിരിക്കും. ഉടുക്കൂട്ടി നമ്മളെ വിളിക്കുകയാണ് തട്ടാൻ. പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആരും വരണ്ട. ഞാൻ പോയിട്ട് വരാം. സാർ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഇത് വെച്ചോ. അയ്യോ അയ്യോ. ഞങ്ങൾ
കുറെ ദൂരത്തേക്ക് പോകേണ്ടവരാണ്. കാട്ടിലൂടെ ഈ രാത്രി യാത്ര തുടരേണ്ടെന്ന് വെച്ച് വണ്ടി നിർത്തിയപ്പോഴാണ് നിങ്ങൾ തപ്പുകൊട്ടുന്ന ശബ്ദം കേട്ടത്. ഉറക്കം വരാതിരിക്കുമ്പോ ഇതൊരു രസമാണ്. ആട്ടെ, സാർ എവിടുന്നാ? സാറിന് ഈ രാത്രി കഴിയാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. അയ്യോ, ഇവിടെ സാറിന് കഴിയാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. എങ്കിലും മോളെ, എന്റെ മോളാണ്. നമസ്തേ. നമസ്തേ. മോളെ, സാറിന് കിടക്കാൻ എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തോളൂ. വേണ്ട, ഞാൻ ഈ ബെഞ്ചിൽ തന്നെ കിടന്നോളാം. സുന്ദരം, താൻ പോയി ഒരു ബെഡ്ഷീറ്റും തലേനെ എടുത്തുകൊണ്ട് തന്നിട്ട് ജീപ്പിൽ തന്നെ കിടന്നോളൂ. ശരി സർ. എവിടെ പോയി? കിട്ടൂലേ? മല്ല രണ്ടിനും കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട് സുന്ദര. ഇവിടെ പെട്രോളിന്റെ മണമുള്ളതുകൊണ്ട് താനല്ലാതെ മറ്റ് വന്യമൃഗങ്ങളൊന്നും വരൂല. ആ മല്ലനെവിടെ? അവനെ കടുവ പിടിച്ചു. ഒരു ഒച്ചയും ബഹളമെല്ലാം കേട്ടു. കടുവായോ? പിടിക്കും. എന്നാൽ ആ കടുവയുടെ ഒടുക്കത്തെ പിടിയായിരിക്കും അത്. പൊയ്ക്കോളൂ. എന്റെ മോളെ അവൻ തട്ടിക്കൊണ്ടുപോയാ മതി. വിഷമിക്കാതിരിക്കും. അവൻ ആരാണെന്ന് പറയും. ആ കാട്ടുകള്ളൻ. കാട്ടുകള്ളൻ? ആരാണ് ഈ കാട്ടുകള്ളൻ?
പറയൂ, പേടിക്കാതെ പറയൂ. കാട്ടുവെള്ളന്റെ അതിർത്തിക്കുള്ളില. നമുക്ക് സ്ഥലം വിടാൻ സാർ. ഒരു കൊലപാതകം കണ്ട് സ്ഥലം വിടാൻ? ഇവിടെ നിന്നാ കൊലപാതകത്തിന്റെ എണ്ണം കൂടി കൂടി വരും. നമുക്ക് പോകാം സാർ. ഈ വിവരം പോലീസിനെ അറിയിക്കണം. പാതിരാ കഴിഞ്ഞ നമ്മുടെ നാട്ടിൽ പോലും പോലീസില്ല, പിന്നെയാണോ സാർ ഈ കാട്ടില്? നമുക്ക് പോവാം സാർ. അമ്മച്ചി, വരി കാപ്പി കുടിക്കാം. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ മാധവി, എന്താ ഇത്? എന്താ മാധവി? രാധേ, അമ്മച്ചിക്ക് വേറെ കാപ്പിയും പലഹാരവും കൊണ്ടുവാ, ഞാൻ കൊടുക്കാം. എന്താ വന്നത്? ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ടേ. എന്താ? കാണിച്ചോലയിൽ ഓർമ്മ വെച്ച കാലം മുതൽ കൃഷി ഇറക്കുന്നത് അടിയനാണേ. അതിനിപ്പോഴെന്ത് പറ്റി? ആ ചുടലെ ആണ്ടി അടിയന് വെട്ടാനും കുത്താനും ഒക്കെ വരുന്നു. അവന്റെ സ്ഥലം നീ കയ്യേറിയതാണല്ലോ അവൻ പറയുന്നത്. അത് കള്ളമാണേ. ഞാൻ അന്വേഷിക്കാം. പുതിയ എസ്റ്റേറ്റിലെ റബ്ബർ വെട്ടാറായോടാ? ആയേ. സുകുമാരനോ? ഇരിക്കെ. നിങ്ങൾ വടക്കുപുറത്ത് പോയി വല്ലതും കഴിച്ചിട്ട് പോകും. ഞാൻ വൈകുന്നേരം എസ്റ്റേറ്റിലേക്ക് വരാം. ഓ, എന്റെ മോളുടെ കാര്യം വല്ലതും അറിഞ്ഞോ? ഇല്ല, തിരക്കുന്നുണ്ട്. പിന്നെന്താ വന്നത്? ചുണ്ടൻകുന്നിൽ ഒരു കൊല നടന്നിരിക്കുന്നു. കൊലയോ? ആരെ? കുറച്ചു നാളായി അവിടെ ഒരു കിഴവനും മകളും താമസിച്ചിരുന്നു. ഇന്നലെ രാത്രി ആരോ ചിലർ ആ കിഴവനെ കൊന്നിട്ട് ആ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയി.
ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ശവം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോ? ശവം കിട്ടിയില്ല സാർ. കിട്ടിയില്ലേ? പിന്നെങ്ങനെ അവിടെ കൊല നടന്നെന്ന് പറഞ്ഞു? ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നു. അതനുസരിച്ച് ഞാനും പാർട്ടിയുമായി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അക്രമവും കൊലയും നടന്നതായ എല്ലാ സൂചനകളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഡെഡ് ബോഡി മാത്രം കിട്ടിയില്ല സാർ. ആരാണ് ഫോൺ ചെയ്തത്? അതും അറിയില്ല. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, സർക്കാരിന് തന്നെ അപമാനമാണെന്ന കാര്യം ഓർമ്മ വേണം. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ എന്നാൽ കഴിവുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. പോകാം. ഓ, എനിക്ക് നല്ല സുഖമില്ല സാർ, പഠിക്കുന്നുണ്ട്. ഓഹോ, എന്നാ താൻ റെസ്റ്റ് എടുത്തോളൂ, താൻ വരണ്ട. ഓ, എടോ മല്ലൻ, ഐ ആം ഓൾവേസ് റെഡി സാർ. ഒന്ന് വേഗം പാടോ. എടോ, തന്റെ ഈ വരവ് കണ്ടാൽ സിംഹത്തെ വേട്ടയാടാൻ പോകുന്ന പോക്കാണെന്ന് തോന്നുന്നല്ലോ. കഷ്ടകാലം പിടിച്ച ഒരു സിംഹം നമ്മുടെ മുമ്പിൽ വന്ന് ചാടും, തട്ടാതിരിക്കാൻ ഒക്കൂ സാർ. ഈ ഹെഡ്ലൈറ്റ് പകൽ ആരും ഉപയോഗിക്കാറില്ല. കാട്ടിനുള്ളിൽ ഭയങ്കര ഡാർക്കാണ് സാർ. കേരള ജീപ്പിൽ ഒന്നിനെയും കാണുന്നില്ലല്ലോ. സാർ, ഒരു കരിങ്കുരങ്ങ്. വെള്ളക്കുരങ്ങിനെ നോക്കിയതായിരിക്കും. സാറിനെ അല്ല നോക്കിയത്, എന്നെയാ. വെയിറ്റ്, ബേർഡ്സ്. കുറച്ച് വെള്ളം കൊണ്ടു. ഫ്ലാസ്കിൽ പാലുണ്ട് സാർ. കുടിക്കാനല്ലടോ, ആ. റേഡിയേറ്റർ ഒഴിക്കാനാ. അട്ടിനെടുത്തോളൂ. കാട്ടിൽ എവിടെ നിന്നാണോ ഞാൻ വെള്ളം തപ്പാൻ. പിന്നെവിടെ? അറൊറ്റയ്ക്കേ ഉള്ളൂ, കാത്തുരക്ഷിക്കണമേ. എന്തെങ്കിലും സഹായം വേണോ? വേണ്ട, താങ്ക്സ്. ഓക്കെ. ആരാ? ആ കാറിൽ പോയ ആൾ സാറിനോട് എന്താ ചോദിച്ചത്? എന്തെങ്കിലും സഹായം വേണമോന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താ? നന്നായി. കാട്ടുകള്ളാണ് സാറേ അയാൾ. അയ്യോ സാറേ, എന്നെ വിട്ടേച്ച് പോയോ? ഇവിടെ തോക്കുകളുണ്ട്, ആ വന്യമൃഗങ്ങൾ വെച്ച്. ഇവിടെ വന്യമൃഗങ്ങളുണ്ട്, ആ തോക്കെങ്കിലും തന്നിട്ട് പോണേ സാറേ. സാറേ, അയ്യോ സാറേ, ദൈവമേ.
ഞാൻ അയാളെ കണ്ടു. അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. നീ നേരിട്ട് നേരത്തെ നേരെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇത്രയും കാലം ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവന്റെ കുടൽ ഞാൻ എടുക്കും. ഉണ്ടാക്കരുത്. ധൃതി പിടിച്ചാൽ രക്ഷപ്പെടും. നീ പോലീസിന്റെ പിടിയിൽ ആപ്പെടുകയും ചെയ്യും. ഇനിയും ഞാൻ ക്ഷമിക്കുന്നു. ക്ഷമിക്കണം. എനിക്കത് സാധ്യമല്ല. ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെയാണ്. പിന്നെ എന്റെ യാതൊരുവിധ സഹായം ഉണ്ടാവില്ല. സമ്മതമാണോ? ഞാൻ എന്ത് വേണമെന്ന് പറയൂ. പറയാം, വരൂ. ഒരുപാട് നടന്നു. സാർ മുയൽ, സാർ മുയൽ, മുയൽ സാർ. അതിനെ വിട്ട് അതിനെ പിടിച്ചിട്ട് വേണ്ടേ വിടാൻ? നീ രക്ഷപ്പെട്ട് വയ്ക്കും. നമ്മളല്ലാതെ വേറെ വന്യമൃഗങ്ങളൊന്നും ഇല്ലല്ലോ സാർ. സാർ മലയണ്ണാൻ, മലയണ്ണാൻ. പാവം മിണ്ടാ പ്രാണി അതിന്റെ പാട്ടിന് പോട്ടെ. മിണ്ടാ പ്രാണി. അപ്പൊ സാർ മിണ്ടുന്ന പ്രാണികളെ വെടിവെക്കൂ. എങ്കിൽ തന്നെ ആദ്യം ഞാൻ വെടിവെക്കുമായിരുന്നു. എന്നിട്ട് സാറ് തന്നെത്താൻ വെടിവെക്കുമായിരുന്നു. തനിക്ക് ബുദ്ധിയുണ്ടല്ലോ. സാറിന്റെ കൂടെയല്ലേ സഹവാസം. പോയി അണ്ണാൻ. അയ്യോ. സാർ കരടി, സാർ കരടി, സാർ കടരി. കൈയെടുക്കണോ? ഇങ്ങനെയുണ്ട് ഒരു മഠേൻ. അയാള് കാട്ടുജാതിക്കാരനല്ലേ സാർ? നമ്മുടെ ബുദ്ധി അയാൾക്ക് കാണൂ. എനിക്ക് ജീവനില്ല, എനിക്ക് ജീവനില്ല. അയ്യോ 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 അയ്യോ. വെടി സാർ, വെടി വെടി. ഇനി ഇവിടെ നിന്ന് അടുത്ത വെടി നമുക്കായിരിക്കും സാർ. നമുക്ക് പോവാം. സാർ അവരെ കാണുന്നില്ലല്ലോ. അയ്യോ ബാഗ്. ഞാൻ മുമ്പേ ഓടാം സാർ. ആ വേട്ടയ്ക്ക് പോയവരെ കാണുന്നില്ലല്ലോ. ഇത്രയും മാനിറച്ചിക്ക് വേണം. ഇത്രയും മുയലിന്. പിന്നെ പക്ഷിവർഗത്തിനൊക്കെ ഇത്രയും മതി. ഓ മാനും മുയലും പ്രാവും എല്ലാം ഉള്ളപ്പോ എന്തിനാ മുട്ട? മുട്ട വേണോ സാറേ? ഒരു പൈങ്കിളിയുടെ ശബ്ദമാണല്ലോ. വരുന്നേ. സാറേ മുട്ട വേണോ? ഇതാരിപ്പോ ഊറ്റിപ്പിടിക്കണമാരി ഒരു നോട്ടം കണ്ടില്ലേ? പേര് കോഴിമുട്ട. മുട്ടയുടെ പേരല്ല, കുട്ടിയുടെ പേര് ആയിഷ. ഒരു ഡസൻ എടുക്കട്ടാ? ഇന്ന് വേണ്ട, നാളെ മതി. വേണ്ടയോ? പിന്നെന്താ നാളും പേരും ഒക്കെ ചോദിച്ചത്? ഓ ഓ, എന്തൊരു മുട്ട, എന്തൊരു സൗന്ദര്യം. അയ്യോ. അയ്യോ മാനിവിടെ കൊണ്ടണ്ണാ. മുയലോ?
എന്റെ പൊന്നണ്ണനൊന്ന് അടങ്ങ്. മാനും മുയലും കുയിലും എല്ലാം ഉണ്ട്. എന്നിട്ട് എവിടെ? അങ്ങ് കാട്ടിൽ. ആഹാ, അപ്പോ കറി വെക്കാൻ ഒന്നും കൊണ്ടുവന്നില്ല. എന്നെ വെട്ടുനുറുക്കി കറി വെച്ചോണ്ടാ മതി. സാറിന്റെ ഉദ്ദേശം വേറെയാ. വേട്ടയാടിയവൻ ഞാനാ. ആദ്യം ഒരു കാട്ടുപന്നിയെ തട്ടി. അത് വേഗം വലിയ പ്രയാസോടെ. അത് കറി വെക്കാൻ കൊള്ളത്തില്ല. പിന്നെ ഒരു മലമ്പാമ്പിൽ. അതും കറി വെക്കാൻ കൊള്ളൂലല്ലോ. പിന്നെ ഉരുക്കിയ നെയ്യ് എടുത്ത് വയ്ക്കാം. പിന്നെയാണ് മറ്റേ സംഭവം. പുള്ളിപ്പുലി സാറിന്റെ നേരെ ചാടി വന്നു. ഹേയ്, ഞാനൊരു കാച്ചു കാച്ചി. ഉടച്ചിക്കറും പോലെ ആകാശ് 4 കറക്കം. താഴെ വീണു. സത്യം? അണ്ണന്റെ അച്ഛനാണ് സത്യം. എന്നെ സാറ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നു. പാവം, ഞാനങ്ങ് ചൂളിപ്പോയി. പുള്ളിപ്പുലിയെങ്കിലും കൊണ്ടുവന്നല്ലോ. അത് കറി വെക്കാൻ കൊള്ളത്തില്ല. ഓടാ മണ്ട, പുളിശ്ശേരി വെക്കാൻ ബസ്റ്റില്ലോടാ പുള്ളിപ്പുലി. അണ്ണൻ വിഷമിക്കാതെ. അടുത്ത വേട്ട കഴിഞ്ഞ് വരുമ്പം അണ്ണൻ പറഞ്ഞതിനെ എല്ലാം ഞാൻ കൊണ്ടുവരാം. അതുവരെ ഈ അരപ്പിരിക്കില്ല, ചമ്മന്തി ആക്കി കളയാം. ചമ്മന്തി എങ്കിൽ ചമ്മന്തി. ഇവിടെ ആരും ഇല്ലേ? പാല് വേണോ? പാല് എന്താ സാറേ, പാല് വേണ്ടേ? പാല് വേണ്ടേന്ന് ചോദിച്ചോണ്ട് നിങ്ങൾ അകത്തെത്തി നോക്കുന്ന ആരെയാ? അല്ല, ഇവിടെ പെണ്ണുങ്ങൾ. ഇവിടെ പെണ്ണും ആണും എല്ലാം ഞങ്ങൾ തന്നെയാ. ഇവിടെ താമസിക്കാൻ വരുന്നവർക്കൊക്കെ ഞാനാ പാല് കൊടുക്കാറ്. ഇവിടെ വേറെ ആരും ഇല്ലേ? നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത് അത് പറ. ഞങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് മനുഷ്യന്മാരായിട്ട് തോന്നുന്നില്ലേ? അതല്ല, പാലിന്റെ കാര്യം ചോദിക്കാന്. അതെന്ത് ചോദിക്കാനിരിക്കുന്നു? ഞാൻ ആ അദ്ദേഹത്തിന്റെ PA. എന്റെ ഭരണമായി ഇവിടെ നടക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ ഇങ്ങോട്ട് വാ. മുട്ടയുടെയും പാലിന്റെയും കാര്യം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച് നാളെ നിങ്ങളെ അറിയിക്കാം. ഓ ദൈവമേ. ഇനി നമ്മൾ തമ്മിൽ മത്സരത്തിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതെന്താ? മുട്ട, പാല്, അതങ്ങ് മനസ്സിരിക്കട്ടെ. മുട്ട ഞാൻ ആദ്യം കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കും. എന്താ വന്നത്? ചുണ്ടൻകുന്നിൽ ഒരു കിഡ്നാപ്പിംഗും മർഡറും നടന്നു. അതന്വേഷിക്കാനായി ഇറങ്ങിയതാണ്. അക്കൂട്ടത്തിൽ ഇവിടെ പുതുതായി താമസത്തിന് വന്നിരിക്കുന്ന നിങ്ങളെയും ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. എന്റെ പേര് ഹേമചന്ദ്രൻ. ഒരു വിനോദയാത്രയ്ക്ക് വന്നതാണ്. അപ്പോൾ ചുണ്ടൻകുന്ന് എന്ന സ്ഥലം നിങ്ങൾക്കറിയാമായിരിക്കും. കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ആ വഴിയാണ് വന്നതെന്ന് തോന്നുന്നു. അവിടെ സംഭവം നടന്ന സമയത്ത് ആ കുടിലിന്റെ മുറ്റത്ത് പലരും വന്നിട്ടുള്ളതായി അവിടെ കണ്ട കാൽപ്പാടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഐ സി. ഈ സാധനം ആ കുടിലിന്റെ മുറ്റത്തുനിന്ന് കിട്ടിയതാണ്. പക്ഷേ കുറ്റവാളിയെ ഞാൻ കസ്റ്റഡിയിലെടുക്കും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതലയാണല്ലോ അത്. ബൈ ദ ബൈ, ഇവിടെ എത്ര ദിവസം കാണും? എന്ന് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഏതായാലും 4-5 ദിവസം കൂടി കാണും. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ? അല്ല, ചായ കുടിച്ചിട്ട് പോകാം. നോ താങ്ക്സ്, ഇനിയും വരാം. ശരി. എടോ സുന്ദരം, ഇവിടെ വരും. എന്താ സാർ? ചുണ്ടൻകുന്നിലെ കിഴവന്റെ മരണത്തിൽ എനിക്കും ബന്ധമുണ്ടെന്ന് ഇൻസ്പെക്ടർ സംശയിക്കുന്നതായി തോന്നുന്നു. ഇത് സാറിന് എന്താ ബന്ധം? എന്റെ പേരെന്താണെന്നോ ഞാൻ എന്തിനിവിടെ വന്നുവെന്നോ താൻ മറ്റാരോടും പറയണ്ട. മനസ്സിലായോ? ലക്ഷം വേണ്ടത്തില്ല. മദ്യമാകത്തെ എന്നാൽ താൻ വല്ലതും വിളിച്ചു പറയുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ കഴിക്കാറില്ലേ? വയ്ക്കോ. ഓ
മാധവി, ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കും. നോക്കൂ, ഇത് നമ്മുടെ കാട്ടേരി അമ്മന്റെ കുങ്കുമമാണ്. ഇത് ശിരസിലിട്ടാൽ അസുഖമെല്ലാം മാറും. മറ്റുള്ള എല്ലാ കൂപ്പുകാരേക്കാൾ വെട്ടുകൂലിയും കേറ്റുകൂലിയും കൂടുതലാണ് ഞാൻ തരുന്നത്. എന്നിട്ടും പോരെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വിഷമമുള്ള കാര്യം. അത് ശരിയാ. ഇവിടുത്തെ ശമ്പളം വേറെ എങ്ങുമില്ല. താനും ചുമ്മായിടും. ഞങ്ങൾ ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്നവരാ. അതും ശരിയാ. പരമാ, കേശവ, നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണമെന്നാ പറയുന്നത്? ലോഡിന് കഴിഞ്ഞ തവണത്തെക്കാളും ആളൊന്ന് 10 രൂപ വെച്ച് കൂടുതൽ കിട്ടണം. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് ശരിയാ, ആലോചിക്കണം. ഏതായാലും ലോഡ് നിർത്തണ്ട, പോയിക്കോട്ടെ. നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. സാർ, നമ്മുടെ ബാത്തിങ് കൂട്ടി മുട്ടയും കൊണ്ട് വന്നിരിക്കുന്നു സാർ. പറഞ്ഞു സാർ. സലാമുണ്ട് സാറേ. രണ്ട് ഡസൻ എടുക്കട്ടാ? നീ ആരാ? ഇത് നല്ല കൂത്ത് കണ്ടാൽ അറിഞ്ഞൂടെ? നമ്മ ഒരു പെണ്ണ്, പൊട്ടക്കാരി. പേര്? ഐഷ ബീവി. മുട്ട വേണ്ടേ? വേണം. ഒരിടസം വാങ്ങിച്ചോളൂ. നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടോ? ബാപ്പ സോക്കേട് പിടിച്ച് കിടപ്പാണ് സാറേ. ഉമ്മായും ഞാനും കഷ്ടപ്പെട്ടാണ് ചെലവ് നടത്തുന്നത്. 2 ആടുണ്ട് ഞമ്മക്ക്. ഉമ്മ പാല് വിൽക്കും, ഞമ്മളും മുട്ട വിൽക്കും. വല്ല വീട്ടുപണി ഉണ്ടെങ്കിൽ അതും ചെയ്യും. ഇവിടെ പണിക്ക് ആള് വേണു സാറേ? ഞാൻ ആലോചിച്ചു പറയാം.
ചെവിട്ട ചെവിട്ട ചെവിട്ടൻ സ്വപ്നം കാണുകയാണോ? പലപ്പോഴും സ്വപ്നത്തിൽ കിട്ടുന്ന സുഖം ജീവിതത്തിൽ കിട്ടാറില്ല. എന്നുവെച്ച് എപ്പോഴും സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു ആരെങ്കിലും? എപ്പോഴുമില്ല, സൗകര്യം കിട്ടുമ്പോഴെങ്കിലും കാണാമല്ലോ. ആ സ്വപ്നത്തിൽ എനിക്ക് പങ്കില്ലേ? കൊള്ളാം, നീ എന്റെ സ്വപ്ന ദേവതയല്ലേ. രവി, ഇവിടെ വാ. വളരെ നാളായല്ലോ സാറിനെ കണ്ടിട്ട്. അയ്യോ, അതിന് ഞാനെങ്ങും പോയില്ലല്ലോ. ഇല്ലടാ, നീ എങ്ങും പോയില്ല. 24 മണിക്കൂറും എന്റെ അനന്തരവൻ ഇവിടെ തന്നെയുണ്ട്. ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട്. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഈ കാട്ടിൽ നിനക്ക് ആരിയ്ക്കുന്നു ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ? ഞാനേ നിന്നെ അമേരിക്കയിൽ അയച്ച് പഠിപ്പിച്ചത്. എടാ, മനുഷ്യനായ ചുമതലാബോധം വേണം. അമ്മാവൻ ക്ഷമിക്കണം. ക്ഷമിക്കാതെന്ത് ചെയ്യും? നീ എന്നേക്കാൾ വളർന്നില്ലേ? നോക്ക്, നിനക്കിങ്ങനെ ധൂർത്തടിക്കാൻ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നിന്റെ പഠിപ്പിനനുസരിച്ച് ഉയർന്ന ഉദ്യോഗം കിട്ടും. പക്ഷെ നീ അതിനോട് ശ്രമിക്കുന്നില്ല. ഞാൻ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈകെട്ടി നിന്നാൽ അതിന്റെ കുറവ് അമ്മാവന്. ഓ, അമ്മാവൻ ലക്ഷപ്രഭു ആയതുകൊണ്ട് അനന്തരവനെന്തിനാ ഉദ്യോഗമല്ലേ? പോട്ടെ, ഉദ്യോഗം വേണ്ടെങ്കിൽ വേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും നീ തയ്യാറാകുന്നില്ല. എടാ, മനുഷ്യ ശരീരം ഇരുമ്പല്ല. എനിക്ക് പ്രായമായി. അല്പം വിശ്രമിക്കാനുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. അമ്മാവൻ, ഞാൻ മതിയടാ, കൂടുതലൊന്നും നീ പറയണ്ട. ഭ്രാന്തിയാണെങ്കിലും അകത്ത് കിടക്കുന്നത് നിന്റെ അമ്മായിയാ. അവളെ ആശ്വസിപ്പിക്കാൻ നീ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ പെണ്ണ് ഇവിടുന്ന് ഓടിപ്പോയിട്ട് മാസം 1 ആകാറായി. അവൾ ഉണ്ടോ ചത്തോ എന്ന് നീ അന്വേഷിച്ചോ? ഞാൻ പോലീസിൽ ഒരു പരാതി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലേ? പുറത്തൊക്കെ പോയി അന്വേഷിക്കാൻ ഒരുപാട് പണം ചെലവാകും. ഓ, ദോഷം പറയരുതല്ലോ. എന്തോ ഒരു കരുതലാണെന്നോ? പണം ചെലവാക്കാതെയാണോ നീ ഇരിക്കുന്നത്? എടാ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ മുകളിലുണ്ട്. അത് ഓർമ്മിക്കണം. ആ ശക്തിക്ക് മുമ്പിൽ നീയും ഞാനും വെറും കൃമികളാണ്. ഭഗവാനേ, Eight for two here. 842 here. Very sorry. Take him away. I'm sorry, sir. 8 ലക്ഷം രൂപയുടെ ചരക്കുകളാണ് നിങ്ങളുടെ മൂക്കിന് താഴെ കൂടി ആ കാട്ടുകളും കരുതിയത്. Are you not ashamed, Mr. Belra? This will not be repeated, sir. ഐ ഡൗട്ട്. കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും ആയുധങ്ങളും വേണമെങ്കിൽ പറയൂ. മടിക്കണ്ട. തൽക്കാലം വേണ്ട, സർ. അവനെ പറ്റി പുതിയ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ? യെസ്, സർ. ആ കാട്ടുകള്ളനെ ഞാൻ ഒരാഴ്ചയ്ക്കും കസ്റ്റഡിയിലെടുക്കും. ഓവർ. ഒരാഴ്ചയല്ല, 1 വർഷം ശ്രമിച്ചാലും നിങ്ങൾക്ക് കാട്ടുകള്ളനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വലിഞ്ഞു കയറി വന്നതിൽ ക്ഷമിക്കണം. ഞാൻ രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരപിള്ളയുടെ അനന്തരവൻ. പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ല, സ്വസ്ഥം ഗൃഹഭരണം. ഞാനിവിടെ വേട്ടയ്ക്കല്ല വന്നത്. സാറിന്റെ പേര് മിസ്റ്റർ ആർ ബലറാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിജിലൻസ് വിഭാഗത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. 1972 IFS കിട്ടി. ഞാൻ പറഞ്ഞത് തെറ്റല്ല. ഇരിക്കൂ. കാപ്പിയാണോ ചായയാണോ ഇഷ്ടം? താങ്ക്സ്, ഇപ്പോഴൊന്നും വേണ്ട. അതല്ല, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. എന്നാൽ ചായ ആയിക്കോട്ടെ. കിട്ടുപിള്ളേ, കിട്ടുപിള്ളേ, വേഗം ഒരു കപ്പ് ചായ കൊണ്ടുവരൂ. ഗ്ലാസ്സിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടണം. മല്ല, ഫോട്ടോ. കാട്ടുകളിനെ പിടിക്കാൻ എന്താ സാധ്യമല്ലെന്ന് നിങ്ങൾ പറഞ്ഞത്? ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ മൂർഖൻ പാലയിൽ വന്ന പല ഉദ്യോഗസ്ഥന്മാരുടെയും കഥ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ
ഇത്ര ഭയങ്കരനായ ഒരു ക്രിമിനലിനെ വച്ചു വഴിക്കാൻ പാടില്ലല്ലോ. സാറിന്റെ സ്വരത്തിൽ സ്വല്പം പുച്ഛരസമുള്ളതുപോലെ. അത് അവനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എന്റെ ഫിസിൽ കേട്ടാലുടൻ 4 വശത്തുനിന്ന് ലോറി വളയണം. മനസ്സിലായോ? എന്നെ രക്ഷിച്ചതിന് സാറിനോട് എനിക്ക് നന്ദിയുണ്ട് സർ. ശരി, പോയിക്കോളൂ. അയ്യോ, ഈ രാത്രി ഞാൻ എങ്ങനെ തനിച്ചു പോകും സർ? ശരി, വരൂ. വെയിറ്റ് ചെയ്യൂ. മറ്റൊരു ഓഫീസർ ഇവിടെ വന്ന് ഒരു മാസത്തിനകം ലക്ഷാധിപതിയായി തിരിച്ചുപോയി. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കാട്ടുകള്ളന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത സാറിനെ പോലുള്ള ഒരു ഓഫീസറുടെ അനുഭവം വളരെ ദയനീയമായിരുന്നു. അവന്റെ ഒരു ലോറി പിടിച്ച് ചാർജ് ചെയ്ത ശേഷം അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതൊരു ഭീഷണിപ്പെടുത്തലാണെങ്കിൽ മിസ്റ്റർ രവിക്ക് ആള് തെറ്റിപ്പോയി. റോങ് നമ്പറിലാണ് നിങ്ങളിപ്പോൾ ഡയൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞതല്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞതുമല്ലല്ലോ. മിസ്റ്റർ രവി, ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് സർവന്റ് ആയിരുന്നത് പണ്ടാണ്. ഇന്നയാൾ പബ്ലിക് സർവന്റ് ആണ്. ആ കാട്ടുകള്ളന്റെ കൈക്ക് വിലങ്ങ് വെച്ചതിന് ശേഷമേ ഈ ബൽറാം മൂർഖൻ ബാറ വിടൂ. ഒരു വെല്ലുവിളി പോലെ തോന്നുന്നു. പോലെയല്ല, ഇറ്റ്സ് എ ചലഞ്ച്. കാട്ടുകള്ളനെ പിടിക്കാൻ സാറിന് സാധ്യമല്ല. ഐ ആക്സെപ്റ്റ് ദി ചലഞ്ച്. സാർ, എഗ് ബ്യൂട്ടി വന്നിരിക്കുന്നു. എഗ് ബ്യൂട്ടി, ഒന്ന് വേഗം വരണേ സാർ. എന്താ ബേബി, സുഖാണോ? സുഖമില്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമോ? സാറ് ജോലിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഇവിടെ ജോലിക്കിപ്പോ 2 പേരുണ്ട്. എന്നാലും തൂക്കാനും തുളയ്ക്കാനും വെള്ളം കോരാനും തുണി നനയ്ക്കാനും ഒരാള് വേണ്ടേ സാർ? ബാപ്പാക്ക് തീരെ വയ്യ സാറേ. ഉമ്മയും കിടപ്പിലായി. വാതപ്പനിയാ. പെരുത്ത കഷ്ടപ്പാടാണ് സാറേ. മാസം എന്തെങ്കിലും തന്നാ മതി. കഷ്ടം, പരമകഷ്ടം. ചോദിച്ചില്ല. നിനക്ക് സഹോദരന്മാരാരുമില്ലേ? നിനക്ക് എന്ത് ശമ്പളം വേണം? അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ മതി. ഇവിടെ സ്ത്രീകളാരുമില്ലാത്ത വീടാണ്. അതിനെന്താ സാറേ, ആ ജോലിയെല്ലാം ഞാൻ ചെയ്തോളാം. അതല്ല, രാവിലെ വന്ന് ജോലി ചെയ്തിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു പോകണം. ദിവസം 2 രൂപ ശമ്പളം തരും.
സമ്മതിച്ചോ? ആ, ബാപ്പാക്കും ഉമ്മാക്കും മരുന്ന് മേടിച്ചു കൊടുക്കാമല്ലോ. വലിയ ഉപകാരം. സാറേ, ഞാനേ ഉമ്മാനോട് പറഞ്ഞിട്ട് നാളെ രാവിലെ വരാം. വരട്ടെ. ശരി. ഈ പെണ്ണിന്റെ പെരുമാറ്റം പ്രത്യേകം ശ്രദ്ധിച്ചോണം. സാർ. പിന്നെ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചോളാം. വേണ്ട വേണ്ട, നീ ശ്രദ്ധിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താ ഇത്ര താമസിച്ചത്? നിന്നോടാണ് ചോദിച്ചത്, കേട്ടില്ലേ? എടി പെണ്ണെ, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ കരച്ചിലും പിടിച്ചിലും എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്തുണ്ടായെന്ന് പറ. ഒന്നുമില്ല. അവിടെ ആരെങ്കിലും വന്നോ? ഇല്ല. പിന്നെ ഇനിയും എത്ര നാൾ ഇങ്ങനെ കഴിയും? ഞാൻ പറയുന്നത് വരെ. ഇവിടെ തന്നെയോ? അതെ, ഇവിടെ തന്നെ. എന്തോ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. ആ, തോന്നും. ജനിച്ചത് മുതൽ കൂട്ടിൽ അടഞ്ഞു കിടന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ തോന്നും. ആ, കുടിക്കേ, കുടിക്കേ. എപ്പോഴും കളിയാ. നോക്ക്, ഞാനൊരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. ഞാൻ പറയുന്നതനുസരിച്ച് എന്നോടൊപ്പം കഴിയാൻ പറ്റില്ലെങ്കിൽ നീ വിവരം പറ. നിന്നെ ഞാൻ നിന്റെ ആളുകളെ കൊണ്ട് വിട്ടേക്കാം. എന്താ? അയ്യോ വേണ്ട. എങ്കിൽ ഇനിമേൽ നിന്നെ കണ്ണുനീർ കാണാൻ ഇടയാകരുത്. ഡ്രൈവർ സാറേ, പാല് വേണോ? ആരാ? ആരായാലും എന്താ? ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പിടികിട്ടാൻ അല്പം പാടാ. പാല് വേണോ? പാലോ? എന്റെ ജീവിതത്തിൽ ഇന്നുവരെ അത് കുടിച്ചിട്ടില്ല. അത് കണ്ടാൽ അറിയാം. പക്ഷേ ഈ പാല് കുടിക്കും. ഇതാണ് ഞാൻ വിൽക്കുന്ന പാല്. ആ, ഇവിടെ വെച്ച് തരൂല. അങ്ങ് വാ. എന്ന്? എന്റെ വീട്ടിൽ. വീട് എവിടെയാ? ദേ, മേപ്പോട്ട് കയറി അങ്ങ് കിഴക്കോട്ട് വന്നാ അവിടെ ഒരു മാടക്കിട കാണും. അതിന്റെ അടുത്ത ഇടവഴി കൂടെ അങ്ങ് നേരെ വന്നാ മതി. വരുമോ? ഇപ്പോഴോ? ഞാൻ പിന്നെ അങ്ങ് വരാം. സന്ധ്യക്ക് വന്നാ മതി. ഞങ്ങളുടെ ക്യാമ്പ് അറിയോ? അറിയാം. പാല് വേണമെന്ന് ചോദിക്കാൻ ഞാനവിടെ പോയിരുന്നു. അവിടെ രണ്ട് പൊണ്ണന്മാരുണ്ട്. അമ്മമാരെ വലയിലൊന്നും വീഴരുത്. അത് ചേട്ടൻ പറയണോ? കണ്ടവനൊന്നും കൊണ്ടുവന്നു വിൽക്കാനുള്ള ചരക്കല്ലിത്. പേരെന്താ? മേരിക്കുട്ടി. വരണേ. തീർച്ചയായും. Two for a chair. 2 for a chair. 842. Good morning, sir. Very bad morning for me. The official secret is up. The whole Murkhatwara knows. How? എങ്ങനെ സംഭവിച്ചു? Sir, please listen to me. No. ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെയോ തെറ്റുപറ്റും. എങ്കിലും ആ കാട്ടുകള്ളൻ എന്റെ പിടിയിൽ അകപ്പെടാൻ പോവുകയാണ്, സർ. അയാളുടെ ഫോട്ടോയുടെ നെഗറ്റീവാണ് ഞാൻ അങ്ങോട്ട് അയച്ചത്. അതിൽ അയാൾ മുഖം കൈകൊണ്ട് മറച്ചിരിക്കുകയാണല്ലോ. ഐ എം സോറി, സർ. ഞാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരപിള്ളയുടെ അനന്തരവനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കുറ്റം ചെയ്യാൻ പാടില്ലെന്നില്ല. സമൂഹത്തിലെ പല ഉന്നത വ്യക്തികളുടെയും പിന്നിൽ അക്രമത്തിന്റെയും അഴിമതിയുടെയും ചരിത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യു ഷുഡ് ബി അലർട്ട് ആൻഡ് ഡബ്ലി കെയർഫുൾ. യെസ്, സർ. ഇങ്ങി തരൂ, ഞാൻ കൂടി ആ പാട്ടൊന്ന് കേൾക്കട്ടെ. ഇത് നിനക്ക് കേൾക്കാനുള്ളതല്ല,
എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു. എന്നെ എന്തൊക്കെയോ സംശയിക്കുന്നു. അണ്ണാ വേഗം വാ, ദേ ഇറാഖിന്നോ ഇറാനിന്നോ ഒരുത്തനെ കൊണ്ടുവന്നിരിക്കുന്നു. ബോംബിന് പകരം ഇയാളെ തൂക്കി എറിഞ്ഞെന്നാ തോന്നുന്നു. എല്ലാം പൊടിഞ്ഞ് പപ്പടം പോലെ ആയിപ്പോയല്ലോ എന്റെ സുന്ദരേശാ. സുന്ദരേശൻ അല്ലടാ ഇപ്പോ വികൃതേശൻ. പതുക്കെ എവിടെ നിന്ന് കിട്ടി? റോട്ടിൽ ബോധമില്ലാതെ കിടന്നിരുന്നത്. ശരി ശരി, നിങ്ങൾ പോ. അയ്യോ അയ്യോ. ഏയ്, എന്താ ഇത് 12 കോടിയാ. 12 കോടിയോ? ഓ, സ്പിരിറ്റ്, ഒന്നാം തരം സ്പിരിറ്റ്. മർദ്ദനം കാണിക്കുന്നു. സ്പിരിറ്റ് ഇല്ലടാ, കത്തിപ്പൂവും. ആഹാ, ഇതൊന്ന് തെളിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കായിരുന്നു. നല്ല സ്വയംഭം സാധനം. ശരിയാ, എടാ അകത്തോട്ട് കാലന്റെ കാലം. എന്താ സംബന്ധമാണ് കാണിച്ചത്? അയാൾ മരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇല്ല, അയാൾ മരിച്ചില്ല. മരിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എത്രയും തന്ത്രപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ 4 പേർ അറിയാനിടയായി. ഗോപിയും ചെല്ലപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളിൽ നിന്ന് ചില രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനാണ് ഞാൻ നിന്നെ ഏർപ്പെടുത്തിയത്. അവർ ആസൂത്രണം ചെയ്തിരിക്കുന്ന എല്ലാ പരിപാടികളും ഇയാൾക്കറിയാം. അത് നമ്മൾ മനസ്സിലാക്കി. അയാൾ ഇന്ന് വിട്ടു പറയുന്നില്ല. പറയാൻ സമയം കൊടുത്തിട്ട് വേണ്ടേ? അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേ നീ സ്വയം മറന്നു. അയാൾ ആഭാസമായി എന്നോട് പെരുമാറാൻ തുടങ്ങിയതുകൊണ്ടാണ്. ചാരായം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാത്തവനിൽ നിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാൻ? ഇനി അങ്ങനെ ഉണ്ടാവാതെ സൂക്ഷിക്കാം. അതിന് ഇനി അയാൾ വന്നിട്ട് വേണ്ടേ? ഇല്ല, വരും. മദ്യപിച്ച് വീണതാണെന്നാണ് ബോധം വീണപ്പോൾ അയാൾ പറഞ്ഞത്. ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ആലോചിച്ച് പ്രവർത്തിക്കും. ഇത് 12 പറഞ്ഞ പോലെയാ. എന്നെ തള്ളണ്ടമാവാൻ ഞാൻ നന്നാവൂല. ഇനി നിന്നെ ശാസിക്കോ ഉപദേശിക്കോ ഒന്നും ചെയ്യില്ല. മടുത്തു. അത് ശരിയാ. പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ നീ നിന്റെ കാര്യം നോക്കണം. ശരി, എന്നാൽ എന്റെ വീട് എനിക്ക് തന്നേക്കണം. എന്തു പറഞ്ഞടാ? ദീപം വേണമെന്നോ? ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഉണ്ടാക്കിയത് എങ്ങനെയെങ്കിലും ആവട്ടെ, എന്റെ അമ്മാവന്റെ സ്വത്തിൽ എനിക്കുമുണ്ട് അവകാശം. ലോ പോയിന്റ്. അല്ല അമ്മാവ, എന്റെ ആവശ്യം. എനിക്ക് എന്റെ വീതം കിട്ടിയേ കഴിയും. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമല്ലോ. രവി, നീ എന്താടാ വീതം ചോദിക്കുന്നത്? ഇത് മുഴുവൻ നിന്റെയല്ലേ? എപ്പോ വേണമെങ്കിൽ നിനക്കെടുക്കാം. ഞാൻ എത്ര കാലം ആർക്കറിയാം. അമ്മാവ, മാപ്പ്. ഇനി ഞാൻ ഒരിക്കലും അമ്മാവനെ വേദനിപ്പിക്കില്ല. എല്ലാ കാര്യത്തിലും യോജിപ്പുള്ള നമുക്ക് ഈ മുട്ടയുടെ കാര്യത്തിൽ മാത്രം യോജിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അത് മാത്രം നീ പറയരുത്. ആയിഷ കുട്ടി ഒന്നുകിൽ എനിക്ക് അല്ലെങ്കിൽ നിനക്ക്. പക്ഷെ ഒരു കാര്യം, പിന്നെ നമ്മൾ 2 പേരിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കൂ. അതിലെന്തോന്നാ ഇത്ര സംശയം? ജീവിച്ചിരിക്കാൻ പോകുന്നവൻ ഞാൻ, ആയിഷക്കുട്ടി എന്റെതാ. അലയാ 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 അലയാ, നമുക്കൊരു ഐക്യമുന്നണി സർക്കാർ ഉണ്ടായിക്കണേ. എന്നാ പിന്നെ എന്നും വഴക്കായിരിക്കും. എങ്കിലും പുറത്തറിയില്ലല്ലോ. പിന്നെ എങ്ങനെ? അതായത് ഇന്ന് മുട്ട എനിക്ക്, ആ പാല് നിനക്ക്. ആ നാളെ പാല് നിനക്ക്, മുട്ട എനിക്ക്. അല്ല 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 അല്ല, നാളെ മുട്ട നിനക്ക്, പാല് എനിക്ക്. എന്റെ അണ്ണൻ കൈതാ. സത്യം. ഇനി നമ്മൾ തമ്മിൽ ഈ മുട്ടയുടെയും പാലിന്റെയും കാര്യത്തിൽ വഴക്കില്ല. അണ്ണ ഉറങ്ങി. ശംഭൂ ഹരേ. Meg.
ഐഷക്കുട്ടി, എന്റെ മേരിക്കുട്ടി, എന്റെ കരളെ, മൈ ഡാർലിംഗ്, മേരി, മേരിക്കുട്ടി, മേരിക്കുട്ടി, എന്റെ പൊന്നും കൂടെ ചേട്ടന്മാരെ, നിങ്ങൾക്കൊരു കഥ കേൾക്കണ്ടേ? കുറച്ചോട് പ്രേമം, കുറത്തേക്ക് കുരങ്ങിനോട് പ്രേമം, കുരങ്ങിന് തന്നോട് പ്രേമം. പോടോ. അയ്യോ, അവന് പോയി. നമ്മുടെ ഐഷക്കുട്ടി. നീ എന്തോടെ പറയുന്നത്? അവള് നമ്മുടെ സാറിനെ വലയിലാക്കാനുള്ള ശ്രമത്തില. നീ പോയി നോക്ക്. വാ. ഐഷേ, ഇങ്ങ് വരൂ. ഐഷ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഐഷയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഐഷയെ ഞാൻ വിവാഹം കഴിക്കട്ടെ? പഠിച്ചോനെ, അതെങ്ങനെ സാധിക്കും സാറേ? സാറ് വേറെ ജാതിയല്ലേ? അതിന് ഞാൻ ഐഷയുടെ ജാതിയിൽ ചേർന്നിട്ട് ഐഷയെ കെട്ടും. നമുക്ക് സാറിനോട് പെരുത്തിഷ്ടമാണ്. അതെയോ? സുറുമ വരച്ചൊരു കണ്ണ്, ഈ സുൽത്താന്റെ പെണ്ണൊരു ജിന്ന്. സുറുമ വരച്ചൊരു കണ്ണ്, ഈ സുൽത്താന്റെ പെണ്ണൊരു ജിന്ന്. നിക്കാഹ് പൂതിതൻ മദന പൂങ്കാവിലെ പച്ചക്കരിമ്പിന്റെ തുണ്ട്, ഇവൾ പച്ചക്കരിമ്പിന്റെ തുണ്ട്. സുറുമ വരച്ചൊരു കണ്ണ്, ഈ സുൽത്താന്റെ പെണ്ണൊരു ജിന്ന്. ചൊക ചൊക മിനുങ്ങണ ചുണ്ട്, ചെമ്പകപ്പൂവിന്റെ ചെണ്ട്. പിടമാൻ പോലത്തെ മൊഞ്ച്, കുടമാതളം പോൽ നെഞ്ച്. പിടമാൻ പോലത്തെ മൊഞ്ച്, കുടമാതളം പോൽ നെഞ്ച്. സുറുമ വരച്ചൊരു കണ്ണ്, ഈ സുൽത്താന്റെ പെണ്ണൊരു ജിന്ന്. നിക്കാഹ് പൂതിതൻ മദന പൂങ്കാവിലെ പച്ചക്കരിമ്പിന്റെ തുണ്ട്, ഇവൾ പച്ചക്കരിമ്പിന്റെ തുണ്ട്. സുറുമ വരച്ചൊരു കണ്ണ്, ഈ സുൽത്താന്റെ പെണ്ണൊരു ജിന്ന്. മൊഹബത്തിൻ കടലിലെ മുത്ത്,
മുകരേണ്ട മുന്തിരി സത്ത് മുംതാസും നാണിക്കും ഹൂറി എന്നെ ഷാജഹാനാക്കുന്ന ബീവി മുംതാസും നാണിക്കും ഹൂറി എന്നെ ഷാജഹാനാക്കുന്ന ബീവി സുറുമ വരച്ചൊരു കണ്ണ് ഈ സുൽത്താന്റെ പെണ്ണൊരു ചിന്ന് നിക്കാഹ് പൂതിതൻ മദന പൂങ്കാവിലെ പച്ചക്കരിമ്പിന്റെ തുണ്ട് ഇവൾ പച്ചക്കരിമ്പിന്റെ തുണ്ട് സുറുമ വരച്ചൊരു കണ്ണ് ഈ സുൽത്താന്റെ പെണ്ണൊരു ജിന്ന് സുൽത്താന്റെ പെണ്ണൊരു ജിന്ന് സുൽത്താന്റെ പെണ്ണൊരു ജിന്ന് അയ്യോ 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 സാറ് പറഞ്ഞ പോലെ ഇവിടെ രണ്ടുപേർക്കുള്ള ജോലിയേ ഉള്ളൂ. മൂന്നാമതൊരുത്തി ഇവിടെ വേണ്ട സാർ. എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവക്ക് ഈ മുട്ടയ്ക്ക് ഇവിടെ ആരോടൊക്കെയോ പ്രേമം ഉണ്ടെന്നാ തോന്നുന്നേ. കടന്നു പോയാടോ. ക്ലിയർ ഔട്ട്. കർത്താവിന്റെ കൃപ കൊണ്ടാ നിങ്ങൾ രക്ഷപ്പെട്ടത്. എന്തിനാ അവരോട് വഴക്കിന് പോയത്? സാരമില്ലെന്ന് ഇതിനൊക്കെ ഇങ്ങനെ തെരഞ്ഞാലോ. ലവൻ ഉള്ളിൽ പോയപ്പോ ഞാനെല്ലാം മറന്നു. എന്നാലും എങ്ങനെയുണ്ടോ? എന്റെ നെഞ്ച് പൊട്ടിപ്പോയി കേട്ടോ. സാരമില്ല, ആരോടും പറയണ്ട. നിന്റെ സ്നേഹം എനിക്കറിയാം. നീ എന്നും എന്റേതാ. ചേട്ടാ ചേട്ടാ, ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. പറയാം. ഒരു കറുത്ത മുഖമൂലിക്കാരൻ സാറിനെ കുത്തിക്കൊല്ലാൻ വന്നു. ഞാൻ അവന്റെ ഈ കത്തി പിടിച്ചു മേടിച്ചു. അവൻ എന്നെ ഇവിടെ ഇടിച്ചിട്ടു പോയി. ശത്രുക്കൾ അകത്ത് കടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി സൂക്ഷിക്കണം. ഐശക്കുട്ടി, 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 നില്ല 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 നില്ല. ഞങ്ങള് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. രാത്രി ഉത്സവത്തിന് വരുമോ? സാറ് വരുമോ? അദ്ദേഹത്തിനൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ വരും. ഞാനും വരും. എങ്കിൽ ഞമ്മള്
വരുന്നില്ല. ഉത്സവത്തിന് പോകണമായിരിക്കും. പൊയ്ക്കുള്ളൂ, അവിടെ പോയി ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഇല്ലേ, ഇവരെ രണ്ടുപേരെയും ഞാൻ നോക്കിക്കോളാം. തന്നെ ആര് നോക്കും? വേഗം വരണം. അയ്യോ, കാട്ടുകള്ളൻ! കള്ളനെയും കിട്ടിയില്ല, കള്ളക്കടത്ത് സാധനങ്ങളും കിട്ടിയില്ല. വാട്ട് എ ട്രാജഡി! വലിയ ക്ഷീണമായി പോയല്ലോ സാർ. എനിക്ക് പറ്റിയ ക്ഷീണം ഞാൻ സഹിച്ചോളാം. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അപ്പോ ഇതോടെ വെല്ലുവിളി അവസാനിച്ച് കാണുമല്ലോ? ഇല്ല മിസ്റ്റർ, ഞാനത് ആവർത്തിക്കും. ഐ റിപ്പീറ്റ് ദ ചലഞ്ച്. ഓക്കെ, then I accept it. Bye. കേൾക്കൂ കേൾക്കൂ.
കൺഗ്രാചുലേറ്റ് യു. മറ്റു വിശേഷമൊന്നുമില്ലല്ലോ? നിങ്ങൾ ആരെയും ഇപ്പൊ ഇങ്ങോട്ട് അയക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇതൊന്ന് ശ്രദ്ധിക്കും. ഇതാണ് ലോറികൾ കടന്നു പോകുന്ന ഒരേ ഒരു റോഡ്. ഇതിലെ കടന്നു പോകുന്ന എല്ലാ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസുകളും അവരുടെ പെർമിറ്റുകളും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. മനസ്സിലായോ? എല്ലാറ്റിനും പെർമിറ്റുകളുണ്ട് സാർ. കള്ളക്കടത്ത് സാധനങ്ങളൊന്നുമില്ല. ലൈസൻസിലൊക്കെ ചെക്ക് ചെയ്തു? ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഇനി ലാറികളെല്ലാം കൊണ്ടുപോയിക്കൊള്ളാൻ പറയൂ. നിങ്ങൾ പൊയ്ക്കുള്ളൂ, വേഗം വേഗം. നിങ്ങളെല്ലാം ക്യാമ്പിലേക്ക് പോയിക്കൊള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത പെർമിറ്റുകൾ മിക്കതും വ്യാജ നിർമ്മിതമാണ്. എല്ലാരും പെർമിറ്റ് കൊണ്ടുവരൂ. സ്റ്റേഷനിലൊന്ന് വാങ്ങിച്ചോളൂ. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങേപ്പോലെ മഹാബുദ്ധിമാനായ ഒരു ഓഫീസർ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കുരുക്കിൽ ചാടാം. ചേച്ചി മോശമായി പോയി. 1 minute. തുറന്നു നോക്കൂ. ഈ ഉണ്ടയില്ലാത്ത തോക്കുകൊണ്ട് എന്നെ കൊല്ലാൻ സാധിക്കില്ലെന്ന് മനസ്സിലായില്ലേ? ഓ, കരുതലോടെയാണല്ലോ.
ആ, ആവശ്യത്തിനുള്ള കരുതലെല്ലാം ഉണ്ടായിരിക്കും. എപ്പോഴും വേണം. ഓക്കെ, ബൈ. ബൈ. ഇവനിതിന് വല്ല ആവശ്യമുള്ള കാര്യമാണോ? സർക്കാർ കാര്യത്തിൽ ഇടപെടാൻ ഇവനാര്? ഇത് മറ്റൊന്നുമല്ലടാ പരമാ, അഹങ്കാരം. അത് ശരിയാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ രക്ഷിച്ചതാണ് പോലും. ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ സർക്കാരുണ്ട്. ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കാ നഷ്ടം? എനിക്കാ, സർക്കാരിനല്ല. അവൻ നന്നാകത്തില്ലടാ. പട്ടിയുടെ വാല് 10 വർഷം കുഴലിലിട്ടാൽ എന്താ, കുഴല് വളഞ്ഞു പോവേ. നമസ്തേ. നമസ്കാരം, ഇരിക്കൂ. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ്. പേര് ബൽറാം. നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല, അതിന് സൗകര്യപ്പെട്ടിട്ടില്ല. മിസ്റ്റർ രവി ഇവിടെ ഉണ്ടോ? അവനുണ്ടോടാ ഇവിടെ? ഇല്ലേ, 3-4 ദിവസമായി ഇവിടെ വന്നിട്ട്. ലോറികളിൽ നിന്നും പിടിച്ചെടുത്ത പെർമിറ്റുകൾ മിസ്റ്റർ രവിയുടെ കയ്യിലായിപ്പോയി. അത് വാങ്ങാൻ വന്നതാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് ബുദ്ധിമുട്ടായി? അവൻ വരുമ്പോ ഞാൻ പറയാം. അനന്തരവന് എന്താ ജോലി? എന്റെ അനിയ, ഈ ചോദ്യം ഞാൻ അവനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. അനന്തരവനെ പറ്റി നല്ല റിപ്പോർട്ടല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്നുവെച്ചാൽ വിശദീകരിക്കാൻ വിഷമമുണ്ടോ? എന്റെ പരദേവരെ ചതിച്ചോ? എന്റെ കുടുംബത്തിന്റെ അഭിമാനം അവൻ കളഞ്ഞു കുഴിക്കും. എന്താ വിടാനാവോ? മാണി, നീ അവിടെ ഇരിക്കേ, നീ അപ്പുറത്ത് പോ. നല്ല മുട്ടയാണ് സാറേ, 2 ദിവസം എടുക്കട്ടാ? അതെന്റെ മകളാണ്. ഓഹോ, നമസ്തേ. എന്നാൽ ഞാൻ വരട്ടെ. ആ, ആവട്ടെ. സുന്ദരേശന്റെ വിളിയാ കേൾക്കുന്നേ. പട്ടി
കത്തി, ഈ കത്തി കൊണ്ടല്ലേ നീ എന്റെ ഭർത്താവിനെ കൊന്നത്? നിനക്ക് ഓർമ്മയുണ്ടോ? ഈ കത്തി കൊണ്ട് തന്നെ നീ ചാകണം. എന്താ സാറേ, ഇവൻ ആരാണെന്നറിയാമോ? ആ കാട്ടുകള്ളന്റെ ഏജന്റാണ് സാറേ. സർക്കാർ ശമ്പളത്തിൽ ഓഫീസർമാരെ ഡ്രൈവറായിരുന്നുകൊണ്ട് എത്ര ജീവൻ നശിപ്പിച്ചാലാണെന്നോ? ശിവന്മാരുടെ കൊള്ളച്ച് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് സാറിനെ പോലെ ഇവിടെ വന്ന് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് എന്നെ ബലാത്കാരം ചെയ്തു. അവസാനം ഈ ദുഷ്ടൻ ഈ കത്തി കൊണ്ട് തന്നെ എന്റെ ഭർത്താവിനെ കൊന്നു. ഞാൻ ഇത്രയും കാലം ഈ കത്തിയും കൊണ്ട് കാത്തിരുന്നത് ഈ സമയത്തിന് വേണ്ടിയായിരുന്നു. എന്റെ പൊന്നു സാർ, എന്നെ ഞാൻ പറയുന്നത് കേൾക്കൂ. നിർത്തൂ. നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവനെ കൊല്ലുന്നത് ബുദ്ധിയല്ല. ആ കാട്ടുകളനെ പിടിക്കാനും മറ്റു പല രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും ഇവൻ ജീവിച്ചിരുന്നേ പറ്റൂ. നിയമം കൊലയാളികളെ വെറുതെ വിടൂല്ല. ഇവനെ എന്നെ ഏൽപ്പിക്കൂ. ഇവനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. സൂക്ഷിക്കണം. ശരി സാർ. വരൂ. കേമ, നീ അതിനാണ് സാറ് സംസാരിക്കുമ്പോ എത്തി മുളിഞ്ഞു നടന്നത്. ഈ ആള് മോശമല്ലല്ലോടാ. അവനെ ഉപദ്രവിക്കാതെ. എടാ സുന്ദരവദനെ, സുന്ദരേശ, നീ കിട്ടുള്ളേറ്റിന്റെ നടയിടി കൊണ്ടിട്ടുണ്ടോടാ? അല്ലെങ്കിൽ വേണ്ട, ഇവനെ അകത്ത് കൊണ്ടുപോയി ഉരുട്ടിക്കളയാ. അണ്ണാ, ഇവൻ എങ്ങനെ കൊണ്ടുപോകും? നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. ദേഹം മുഴുവൻ ഹേമദണ്ഡമാണ്, സ്ത്രീ ഹേമദണ്ഡം. ഇവനെ കെട്ടിയെടുക്കാം. വിരിച്ചു. ഇനി ഞങ്ങൾ പോയിക്കോളാം, നിങ്ങൾ പോയിക്കോ. കെട്ടവനെ കാലമാണ്. എന്താ ഇത്? നിനക്കെന്ത് പറ്റി? സത്യത്തിൽ നീ ആര്? ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല.
പക്ഷേ നിന്നിങ്ങനെ ഉപദ്രവിച്ചതാര്? സാർ, സാറിന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ സാറിന്റെ മുമ്പിൽ വന്നുപോയി. പല കാരണങ്ങളും പറഞ്ഞാണ് എന്നെ ഇങ്ങനെ തല്ലിയത്. സാർ, എനിക്ക് മാപ്പ് തരണം. എനിക്ക് പോകാൻ മറ്റൊരിടവുമില്ല. ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കൊന്നുകളയും സാർ. ആര്? ഈശ്വരപിള്ളയോ? ലോകത്തൊരു അച്ഛനും ഇത്ര ക്രൂരമായി മക്കളെ ശിക്ഷിക്കില്ല. കഷ്ടം. ഞാൻ ഈശ്വരപിള്ളയുടെ മകളല്ല. പിന്നെ എന്റെ അച്ഛൻ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന രാഘവ് കുറുപ്പാണ്. ഞാനും ജനജയും ഇരട്ടപെറ്റ മക്കളാണ്. അപ്പോ നമുക്ക് പോകാം. ഓ, മോളെ, അച്ഛൻ പോട്ടെ. അച്ഛ, എനിക്കൊരു കമ്മല് വേണം. അച്ഛ, എനിക്കും വേണം ഒരു മാല. രണ്ടു പേർക്കും അച്ഛൻ പിന്നെ വാങ്ങിച്ചേരാം മോളെ. വേണ്ട, എനിക്കിപ്പോ വേണം. ഇപ്പൊ നിങ്ങൾക്ക് അതല്ലേ എന്തിനാ മക്കളെ? വലുതാവുമ്പോ എല്ലാം അച്ഛൻ വാങ്ങിച്ചു തരും. വരൂ, പോകാം. എന്താ ഇത്? കുഞ്ഞുങ്ങൾ ചോദിച്ച ആഭരണങ്ങളാണ്. ഇത് താനെങ്ങനെ മേടിച്ചു? എവിടുന്ന് പണം കിട്ടി? പറയൂ. കൂപ്പ് കോൺട്രാക്ട് മാത്യു മുതലാളി തന്നതാ. ഓഹോ, കൈക്കൂലി അല്ലേ? തനിക്ക് ആദ്യത്തെയും അവസാനത്തെയും വാണിംഗ് ആണ്. മേലിൽ ഇത് ആവർത്തിച്ചാൽ ആന കുത്തിക്കൊന്നു കൊച്ചമ്മേ. ഇനി എനിക്ക് ആരുമില്ല കൊച്ചമ്മേ. ആരോരുമില്ലാത്ത ഞങ്ങളെ വളർത്തിയത് ഈശ്വരപിള്ളയാണ്. ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് അയാളായി. അച്ഛനെ കൊന്ന കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ അയാളെടുത്ത അടവാണത്. ഈശ്വരപിള്ള വളരെ വേഗം ലക്ഷപ്രഭുവായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിലെന്നും വരുന്നായിരുന്നു. ഈശ്വരപിള്ളേ? ഓ, അതാരാ അങ്ങോട്ട് പോയത്? എന്റെ മോളാണ്. ഇങ്ങോട്ട് വരാൻ പറയൂ. സാർ, അത് ഇങ്ങ് വരാൻ പറയൂ. അദ്ദേഹത്തിന് കാണാനാ. ഒരിക്കലും എന്റെ മക്കളെ കാണണ്ട. ഒച്ച വയ്ക്കാതെ, ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. ഇല്ല, ഞാൻ അനുവദിക്കില്ല. എടീ, മാറി നിൽക്കാൻ. എല്ലാത്തിനെയും കൊന്നാളെയും ഞാൻ. ഞാൻ പിന്നീട്
പലരുടെയും കിടക്ക് പങ്കുവച്ചു. എന്റെ അമ്മയുടെ അനുജത്തിയുടെയും ജീവൻ രക്ഷിക്കാൻ ഞാനങ്ങനെ ചെയ്യേണ്ടി വന്നു. ആ ഇടയ്ക്കാണ് രവേട്ടൻ അമേരിക്കയിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് തിരിച്ചെത്തിയത്. നേരത്തെ തന്നെ പ്രേമത്തിലായിരുന്ന ജലജയെ എവിടെയോ കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ കാട്ടിൽ താമസിപ്പിച്ചിരുന്ന കാലത്താണ് കുടിലിന്റെ കിഴവനെ ആ ദുഷ്ടന്റെ ആളുകൾ വെടിവെച്ചു കൊന്നത്. ഞങ്ങളെ രക്ഷിക്കണം സാർ. കരയാതിരിക്കും. നിങ്ങൾക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്താണ് ഇവിടെ? അവനെ കാണുന്നില്ല സാർ. ആ സുന്ദരത്തിനെ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉണർന്നേണ്ടി ഇരിക്കുകയായിരുന്നു. ഇയാൾ പോയിട്ട് അവിടെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകളെ നിങ്ങൾ കടത്തിക്കൊണ്ടുവന്നതായിട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ട്. കടത്തിക്കൊണ്ടുവന്നതാണോ എന്ന് നിങ്ങൾ ആ കുട്ടിയോട് തന്നെ ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ പെൺകുട്ടിയെ ഞങ്ങളോടൊപ്പം അയക്കണം. വിരോധമില്ല മനജെ. പക്ഷേ ഇവരുടെ സുരക്ഷിതത്വം നിങ്ങൾ ഏറ്റെടുക്കണം. തീർച്ചയായും. മനജെ, ഇവരുടെ കൂടെ പൊയ്ക്കുള്ളൂ. പേടിക്കണ്ട, കൂടെ പൊയ്ക്കുള്ളൂ. ആ എന്താ? മനവെ കൂട്ടിക്കൊണ്ടുപോയത് പോലീസുകാരല്ല, പിന്നെ
മിസ്റ്റർ രവി, വെൽ ഡൺ. ഇറ്റ് ഈസ് ഓൺലി മൈ ഡ്യൂട്ടി സർ. അങ്ങയെ സഹായിക്കാൻ മിനിസ്ട്രിയിൽ നിന്ന് എന്നെ രഹസ്യമായി നിയോഗിച്ചു. ഓ, ഐ എം വെരി ഹാപ്പി. യു വിൽ ബി മോർ ഹാപ്പി. ഞാൻ നേരത്തെ സംശയിച്ചതാണ്. കാട്ടുകള എന്റെ അമ്മാവനായിരിക്കും. പക്ഷേ സാറിനും തെറ്റിപ്പോയി. ഇനി ഒരാളെ കൂടി നിങ്ങളോ? സാർ സംശയിക്കണം. ഇതാണ് യഥാർത്ഥ കാട്ടുകൾ. ഈ വനങ്ങളുടെ മുഴുവൻ ഉദ്യോഗത്തിലിരുന്നു കൊണ്ട് ഈ മഹാൻ തന്നെയാണ് നടത്തിയത്. എന്റെ അമ്മാവൻ ഇയാളുടെ വെറും ഏജന്റ് മാത്രം. അകപ്പെടുമെന്ന സ്ഥിതി വന്നപ്പോൾ കുറച്ചു ദിവസം മുമ്പ് ഉദ്യോഗം രാജിവെച്ച് ഒളിവിലായി. ഏതായാലും വേലി തന്നെ വിളവ് തിന്നുകയായിരുന്നു അല്ലേ? ചേച്ചി